നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നാട്ടിക 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മയ്ക്കായി വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. 5 വർഷം നാട്ടികയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സൽപ്പേര് സമ്പാദിച്ച വിനുവാണ് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത്. വിനുവിന്റെ വിജയം ഇപ്പോഴത്തെ നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെയുള്ള ജനവികാരത്തിന് പരിഹാരമാകുമെന്നും ഭരണമാറ്റത്തിന് ആക്കം കൂട്ടുമെന്നും VM സുധീരൻ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ UDF നാട്ടിക പഞ്ചായത്ത് ചെയർമാൻ PM സിദ്ദീഖ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. ജോസ് വള്ളൂർ, KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ, നൌഷാദ് ആറ്റുപറമ്പത്ത്, K ദിലീപ് കുമാർ, VR വിജയൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, ശിവൻ കണ്ണോളി, KA കബീർ, P വിനു, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CS മണികണ്ഠൻ, ബിന്ദു പ്രദീപ്, റസീന ഖാലിദ്, KR ദാസൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ VD സന്ദീപ്, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, ജീജ ശിവൻ, സന്ധ്യ ഷാജി, KV സുകുമാരൻ, അംബിക രാമചന്ദ്രൻ, വസന്തൻ കുണ്ടായിൽ എന്നിവർ പങ്കെടുത്തു. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ യുവജന നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിന് ശേഷം നടന്ന പൊതുയോഗം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. AIYF നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ് അധ്യക്ഷനായി. DYFI നാട്ടിക ബ്ലോക്ക് സെക്രട്ടറി KH സുൽത്താൻ റാലിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, സ്ഥാനാർത്ഥി V ശ്രീകുമാർ, DYFI നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TG നിഖിൽ, ബ്ലോക്ക് ട്രഷറർ അരുൺ ശിവജി, ജിജേജ് പുളിക്കൻ, MB ഉണ്ണിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന ബൈത്തു റഹ്മകൾക്ക് മതവും രാഷ്ട്രീയവുമല്ല അർഹതയാണ് മാനദണ്ഡമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി മുറ്റിച്ചൂരിൽ സുബൈദയ്ക്ക് നിർമ്മിച്ചു നൽകിയ ബൈത്തു റഹ്മയുടെ താക്കോൽ നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ ഹാജി എടയാടി ചടങ്ങിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. KA ഹാറൂൺ റഷീദ്, AM സനൌഫൽ, CK അഷ്റഫ് അലി, ഹമീദ് വടകര, ഇക്ബാൽ മുറ്റിച്ചൂർ, KS റിസ്വാൻ, മഹല്ല സെക്രട്ടറി ഈസ ഹാജി, AA മുനീർ, ഷാഫി സൈദലവി, കബീർ പുളിന്തറപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കുറുമ്പിലാവ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇഞ്ചമുടി കുറുമ്പിലാവ് ദേശവിളക്ക് മഹോത്സവം ശനിയാഴ്ച നടക്കുന്നതിന്റെ മുന്നോടിയായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഭഗവൽ സിംഗ് അധ്യക്ഷനായി. ക്ഷേത്രസമിതി സെക്രട്ടറി ശലജ മുകുന്ദൻ, സാവിത്രി വ്യാസകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് KT ചന്ദ്രൻ, സെക്രട്ടറി അനീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് എന്നിവയുണ്ടായി. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമവാർഷിക ദിനാചരണം ചേമാപ്പള്ളി പഴയ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടത്തി. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷനായി. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് കളിമംഗലത്ത്, നിസാർ കുമ്പം കണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, സന്തോഷ് നെല്ലിപ്പറമ്പിൽ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.